Now we discuss lemma 9.5, the lemma in outer measure, in measure theory. The statement is the function mu star satisfies the following. The first one is mu star of null set is equal to 0 and mu star is non-negative for every b subset of x. Third one is if a subset b, then mu of a less than or equal to mu of b. Monotone increasing. Then third one is if b element A, the collection of A is the subsets of capital X, then B element A, then mu star B equal to mu B. Mu B is a measure, mu is a measure, mu star is outer measure. അപ്പോൾ എയിൽ ഔട്ടർ മെഷറും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. Then last one is if Bn is a sequence of subset of X, then mu star of the subadditive property, mu star of union Bn is less than or equal to summation mu star of Bn, where n varies from 1 to infinity. Subadditive property. അപ്പോൾ നമുക്ക് ഇതിൽ 5 കാര്യങ്ങളാണ് പറയേണ്ടത്. ഈ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വെരി സിമ്പിളാണ്. നമുക്കറിയാം ഈ മി സ്റ്റാർ ബി എന്ന് പറയുന്നത് ഇൻഫിയം ഓഫ് സമ്മേഷൻ ഐ ഈക്വൾ ടു അല്ലെങ്കിൽ ജെ ഈക്വൾ ടു 1 to infinity ഓർ ഐ ഈക്വൾ ടു 1 to infinity മ്യൂ ഇ ഐ ആണ്. ഈ മ്യൂ എന്ന് വെച്ചാൽ മെഷറാണ്. മെഷർ നമ്മൾ ഇൻ്റർവെൽസിൽ പറയുമ്പോൾ അത് ലെങ്തായിട്ട് മാറും. ലെങ്ത്. അപ്പോൾ അങ്ങനെയുള്ള ലെങ്തുകളുടെ സമ്മേഷൻ്റെ ഇൻഫിയം വാല്യൂ ആണ് ഈ ഔട്ടർ മെഷർ എന്നൊക്കെ പറയുന്നത്. ഔട്ടർ മെഷർ. അപ്പോൾ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ഡെഫിനിഷൻ പറയുന്നത് നമ്മൾ ഈ ഐ എൻ ഒരു കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് എടുക്കുന്നു. ആ ഇൻ്റർവെൽസിൻ്റെ എല്ലാം എന്ത് ചെയ്യുന്നു, ആ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് അതിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ഇൻ്റർവെൽസ്, ദ യൂണിയൻ ഓഫ് ദാറ്റ് ഇൻ്റർവെൽസ്. ദെൻ ഈ ഐ എൻ്റെ ഓരോ I1, I2, I3 എക്സെട്ര അതിനെല്ലാം കൂടെ ഈ ലെങ്ത് കാണുന്നു, ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, ഒരു വാല്യൂ കിട്ടി. ദെൻ ഇതേപോലെ ബിയുടെ വേറൊരു കവർ എടുക്കുന്നു, ഇതേപോലെ വേറൊരു സാധനം യൂണിയൻ ഓഫ് IN ഡാഷ്, വേറെ കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ്. ബി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ബിയെ കവർ ചെയ്യുന്ന ഒരു കളക്ഷൻ എടുക്കുന്നു. ആ കളക്ഷനിലെ ഓരോ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് കാണുന്നു, ലെങ്ത് എല്ലാം കൂടെ അതാണ് ഈ സിഗ്മ ഐ ഈക്വൾ ടു 1 to infinity മ്യൂ ഇ ഐ എന്ന് പറയുന്നത്. സമ്മ് ചെയ്യുക, ലെങ്ത് എല്ലാം കൂടെ സം ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ ബി എ കവർ ചെയ്യുന്ന കളക്ഷൻ്റെ ഓരോ എലമെൻസിൻ്റെ ലെങ്ത് ആഡ് ചെയ്തെടുക്കുന്നു, ഇത് ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള വാല്യൂസിൻ്റെ ഇൻഫിയോമാണ് ഔട്ടർ മെഷർ എന്ന് പറയാം. ഔട്ടർ മെഷർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2, 5 എന്ന ഇൻ്റർവെലിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് 5 - 2 = 3 ആയിരിക്കും. അപ്പോൾ 2, 5നെ കവർ ചെയ്യുന്ന കളക്ഷൻ സെലക്ട് ചെയ്യും. ഇൻഫിനിറ്റ് വേയിൽ വേണേൽ അത് സെലക്ട് ചെയ്യുക. അതിൽ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് 2, 5 itself. 2, 5 itself is a cover of interval 2, 5. The length of 2, 5 is 3. 5 - 2 = 3. അപ്പോൾ നമ്മുടെ ഈ കളക്ഷനിലെ ഇൻഫിമം ഓഫ് ആ സമ്മ എഴുതുന്നതിൽ 3 കൂടി ഉണ്ടാവും. അങ്ങനെ 3 ഉണ്ടാവും, 3.1 ഉണ്ടാവും, 3.01 ഉണ്ടാവും, 3.3 ഉണ്ടാവും, അങ്ങനെ 4 ഉണ്ടാകാം. അതിൽ ഏറ്റവും ചെറുത് 3 ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഈ മ്യൂ സ്റ്റാർ ബി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ മ്യൂ സ്റ്റാറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഈ
മ്യൂ ഓഫ് ഇ ഐ ഉണ്ടല്ലോ, അത് നമുക്കറിയാം. മ്യൂ എന്ന് പറയുന്ന മെഷർ ആയതുകൊണ്ട് മ്യൂ എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. മ്യൂ ഓഫ് നൾ സെറ്റ് 0 ആയിരിക്കും. മ്യൂ ഓഫ് നൾ സെറ്റ് മെഷർ ആയതുകൊണ്ട് 0. മെഷർ തിയറിയുടെ മെഷറിൻ്റെ ഡെഫിനിഷൻ മ്യൂ ഓഫ് ഫൈ ഈക്വൾ ടു 0, നൾ സെറ്റ് ഈസ് 0, therefore these values equal to 0, therefore മ്യൂ സ്റ്റാർ ഫൈ എന്ന് കാണാൻ പറഞ്ഞാൽ ഇവിടെ 5 വരും. ഓക്കെ, കളക്ഷനിൽ 5 കേൾക്കുന്നു. ആ കളക്ഷനെ നമ്മൾ 5 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആ 5യുടെ എന്ത് ചെയ്യുന്നു, 5 നൾ സെറ്റിനെ കവർ ചെയ്യുന്നത് നൾ സെറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. therefore each മ്യൂ ഫൈ 0, therefore mu star phi is 0. That is the first result. Second is this mu of that value is non-negative, then for mu star b is non-negative. അപ്പോൾ mu star b എന്തായിട്ട് മാറി, നോൺ നെഗറ്റീവ് ആയി. ഇനി അതിൽ നമ്മൾ പറയേണ്ടത് മൂന്നാമത്തെ പോയിൻ്റ്, എ സബ്സെറ്റ് ബി ആണെങ്കിൽ mu star a മോണോട്ടോൺസിറ്റി, mu star a ലെസ് ദാൻ ഓർ ഈക്വൾ ടു mu star b മോണോട്ടോൺസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ എ സബ്സെറ്റ് ബി എന്നുണ്ട് ക്വസ്റ്റ്യനിൽ, സബ്സെറ്റ് ബി എന്നുണ്ട്. നമ്മളോട് ചെയ്യുന്നത് ലെറ്റ് ഐ എൻ ബി എനി കളക്ഷൻ ഓഫ് ഇൻ്റർവൽ സച്ച് ദാറ്റ് ബിയുടെ ഒരു കവറാണ് യൂണിയൻ ഓഫ് ഐ എൻ. ബിയുടെ ഒരു കവറാണ് ഐ എൻ, സെറ്റ് കളക്ഷൻ ഐ എൻ. ഇപ്പോൾ ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഐ എൻ എന്ന് കിട്ടി. നമുക്കറിയാം എ സബ്സെറ്റ് ബി ആണ്. അപ്പോൾ ബി ഈസ് ഈ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ, ദെൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ. ഓക്കെ, then what is mu star a? Mu star a is less than or equal to infimum of summation length in where b is a cover of union in. അവിടെ n ഈക്വൾ ടു 1 to ഇൻഫിനിറ്റി. എയുടെ സബ്സെറ്റാണ് ബി, ബിയുടെ കവറാണ് യൂണിയൻ ഐ എൻ, അത് എയുടെ കവർ തന്നെയാണ്. അപ്പോൾ mu star എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ബിയെ കവർ ചെയ്യുന്ന സെറ്റിൻ്റെ ഓരോ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് ആഡ് ചെയ്യുന്നത് പറയുന്നത് ആ വാല്യൂ, ഈ വാല്യൂ എന്ന് പറയുന്നത് mu സ്റ്റാറേക്കാൾ കൂടുതലായിരിക്കും. കാരണം ബിയുടെ കവറാണ്, ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് ഐ എൻ ആണ്. ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് ഐ എൻ. ഓക്കെ, അപ്പോൾ ബിയെ കവർ ചെയ്യുന്ന കളക്ഷനാണ് ഐ എൻ. ആ ഐ എൻ്റെ ലെങ്ത് ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ തീർച്ചയായിട്ടും mu star എയുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും ആ ലെങ്ത് ആഡ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർവെല് നമ്മൾ 2-5 എടുക്കുന്നു, വേറെ ഇൻ്റർവെല് ഇത് എ എടുക്കുന്നു, ബി എന്ന് പറയുന്നത് 0-8 എടുക്കുന്നു. അപ്പോൾ 0-8നെ കവർ ചെയ്യുന്ന കളക്ഷൻ ഐ എൻ, അതിലെ ഓരോ ഇൻ്റർവെൽസും ആഡ് ചെയ്ത് സമപ്പ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ എന്ന് പറയുന്നത്, ഇൻഫ്യൂം വാല്യൂ എന്ന് പറയുന്നത് ഈ 2-5ൻ്റെ ലെങ്തിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, പക്ഷേ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, mu star ബിയുടെ ഡെഫിനിഷനായത്. റൈറ്റ് സൈഡിൽ ഇത് mu star ബിയുടെ ഡെഫിനിഷനാണ്. അപ്പം mu star a ലെസ് ദാൻ ഓർ ഈക്വൾ ടു എന്തായിട്ട് മാറി, mu star ബി ആയിട്ട് മാറി. അപ്പോൾ അവിടെ മൂന്നാമത്തതും ഓക്കെ ആയി. ഇനി നാലാമത്തെ പ്രൂഫ്. നാലാമത്തേന്ന് പറയുന്നത് ഇഫ് ബി എലമെൻറ്റ് എ ദെൻ mu star ബിയും mu ബിയും ഈക്വൽ ആണെന്ന് പറയണം. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷറാണ്. mu സ്റ്റാറും ഔട്ടർ മെഷറാണ്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഡിയുടെ ആൻസറിലേക്ക് പോകാൻ വേണ്ടി, ഇവിടെ ആൻസറിന് വേണ്ടി നമ്മൾ ഇങ്ങനൊരു കളക്ഷൻ സെറ്റ് ചെയ്യുക. ബി നൾ സെറ്റ് എക്സെട്ര ഇങ്ങനൊരു കളക്ഷൻ സെറ്റ് ചെയ്യുന്നു. ഒരു കൗണ്ടബിൾ കളക്ഷൻ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫസ്റ്റ് ബി, ദെൻ സെക്കൻഡ് നൾ സെറ്റ്, തേർഡ് നൾ സെറ്റ്, ഫോർത്ത് നൾ സെറ്റ്, അങ്ങനെ സെറ്റ് ചെയ്യാൻ നമ്മൾ കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, സെക്കൻഡ് എന്താണ്, ന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ അതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരാണ് കൗണ്ടബിൾസ് കളക്ഷൻ.
ഓക്കെ, എയുടെ ഒരു കൗണ്ടബിൾ കളക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തു. അവയുടെ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിയൻ കണ്ടെയ്ൻസ് ബി. അപ്പോൾ ഇങ്ങനെ എഴുതാം, ബി കണ്ടെയ്ൻഡ് ഇൻ ഇതിനെ നമ്മൾ ഈ കളക്ഷനെ നമ്മൾ ക്യാപിറ്റൽ ഐ എന്ന് പറയുകയാണെങ്കിൽ യൂണിയൻ ഓഫ് ഐ എന്ന് പറയാം. ഹിയർ ഐ വേരീസ് ഇൻ ദാറ്റ് ഇസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബി യൂണിയൻ നൾ സെറ്റ് യൂണിയൻ എഗെയിൻ നൾ സെറ്റ് യൂണിയൻ എഗെയിൻ നൾ സെറ്റ് യൂണിയൻ എക്സെട്ര. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. ക്ലിയർലി ബി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ്, ബിയും ബി അത് ഈക്വലാണ്, നമുക്ക് ബി കണ്ടെയ്ൻഡ് ആണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ തിയറി പ്രകാരം, തൊട്ട് മുമ്പത്തെ തിയറി പ്രകാരം സബ്സെറ്റ് ആയതുകൊണ്ട് മ്യൂ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡെഫിനിഷൻ എങ്ങനെ, തൊട്ട് മുമ്പ് പറഞ്ഞ ഡെഫിനിഷൻ എങ്ങനെയാണ്? മ്യൂ സ്റ്റാർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഇൻഫിമം സമ്മേഷൻ ഇതിൽ ഓരോന്നിൻ്റെയും മ്യൂ ബി പ്ലസ് മ്യൂ നൾ സെറ്റ് പ്ലസ് ഈ സമ്മേഷനെയാണ് നമ്മൾ ഈ സം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സം ചെയ്യുക, അപ്പോൾ അത് മ്യൂ ബി തന്നെ വരും. അപ്പോൾ മ്യൂ സ്റ്റാർ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ബി എന്ന് കിട്ടി. ഒരു സൈഡ് ക്ലിയറായി. ഇതിൻ്റെ കോൺവേർട്സ് പാർട്ട് കിട്ടുന്നതിന് വേണ്ടി ഇഫ് ഇ എൻ ഈസ് എനി സീക്വൻസ് ഫ്രം എ, ക്യാപിറ്റൽ എയിലൊരു സീക്വൻസ് ഇ എൻ എടുക്കുന്നു, സച്ച് ദാറ്റ് ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ, അങ്ങനെ ഒരു കളക്ഷൻ എടുത്തു. ഓക്കെ, നമുക്കിവിടെ ഇതിനെ എഴുതാൻ പറ്റുന്നത് ബി എന്ന് പറയുന്നത് ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ ആണ്, യൂണിയൻ ഇ എൻ. ഈ ബിയെ നമുക്ക് എഴുതാൻ പറ്റുന്നത് യൂണിയൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ ഇ എൻ എന്ന് എഴുതാം ആവശ്യമുണ്ടെങ്കിൽ. ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ ആണ്. ഓക്കെ, അപ്പോൾ ബിയെ നമുക്ക് വേണമെങ്കിൽ ഇ വണ്ണുമായിട്ട് ബിക്ക് കോമൺ ആകുന്ന എലമെൻറ്റ്സ് യൂണിയൻ, ഇ ടുമായിട്ട് ബിക്ക് കോമൺ ആകുന്ന എലമെൻറ്റ്സ് യൂണിയൻ, ഇ ത്രീയുമായിട്ട് ബിക്ക് കോമൺ ആകുന്ന എലമെൻറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ സെറ്റ് വരച്ചൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇ വണ്ണും ഇ ടുവും ഇ ത്രീയൊക്കെ എടുക്കുന്നു, കുറേ ഇ വൺ ഇട്ടെടുക്കുന്നു, ഇടയ്ക്ക് ബി കിടപ്പുണ്ട്, ക്യാപിറ്റൽ ബി കിടപ്പുണ്ട്, ബി സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആണ്. അപ്പോൾ ഈ ബി ഓരോ സെറ്റുമായിട്ട് കോമൺ ആകുന്ന എലമെൻറ്റ്സ് നമ്മൾ ഇത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യുന്നു. അതെല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബി ആയിട്ട് വേണം എഴുതാം. വേണമെങ്കിൽ ഗ്രാഫ് വരച്ച് നോക്കിയോ വൃത്തിയായിട്ട്. ഓക്കെ, സിൻസ് മ്യൂ ഇസ് എ മെഷർ ഓൺ എ, then mu is a measure on A, therefore mu B is less than or equal to summation mu B ഇൻ്റർസെക്ഷൻ ഇ എൻ. അത് മ്യൂവിൻ്റെ സബ്അഡിറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ മ്യൂവിൻ്റെയൊക്കെ സബ്അഡിറ്റീവ് പ്രോപ്പർട്ടി നേരത്തെ കണ്ടിട്ടുണ്ട്. സബ്അഡിറ്റീവ് പ്രോപ്പർട്ടി നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മ്യൂ ബി എന്ന് പറയുന്നത് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ഏതൊരു റിസൾട്ടും ഈ ഏറ്റവും നമുക്ക് എളുപ്പം എഴുതാൻ പറ്റുന്ന പ്രോപ്പർട്ടി സബ്അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അഡിറ്റീവ് പ്രോപ്പർട്ടി എഴുതണമെങ്കിൽ ആ പെയർ വൈസിലി അവ എന്തായിരിക്കണം? ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ പെയർ വൈസിലി ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, അല്ലെങ്കിൽ അതെന്ത് ഫോളോ ചെയ്യും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സബ്അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. സെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ബി ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്പോഴും എഴുതാൻ പറ്റുന്ന റിസൾട്ട്. കാരണം അത് ഡിസ്ജോയിൻ്റ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഈക്വൽ ടു എഴുതാം. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ഇതേപോലെ എഴുതി. ഓക്കെ, ദെൻ ഈ ബി ഇൻ്റർസെക്ഷൻ ഇ എൻ എന്ന് പറയുന്നത് എന്താ? ബി ഇൻ്റർസെക്ഷൻ ഇ എൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ എൻ. ഓക്കെ, then this value is again subset of mu of en, that is less than or equal to summation mu of en എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഇനി ചെയ്യുന്നത് ഈ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റും റൈറ്റും ഇൻഫിമം പോസ്റ്റ് ചെയ്യുന്നു.
ലെഫ്റ്റും റൈറ്റും ഇൻഫിമും പോസ്റ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് അവിടെ ഇൻഫിമം വേണ്ട, റൈറ്റിൽ ഇൻഫിമം എഴുതി. ആ ഇൻഫിമം എന്ന് പറഞ്ഞാൽ മ്യൂ സ്റ്റാർ ബി. ഇൻഫിമം ഇട്ട് കഴിഞ്ഞാൽ അത് മ്യൂ സ്റ്റാർ ബി ആയിട്ട് മാറും. ഓക്കെ, അത് മ്യൂ സ്റ്റാർ ബി ഡെഫിനിഷനാണ്. അപ്പോൾ മ്യൂ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ബി. മ്യൂ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ബി. Therefore, you have already get a result mu star b less than or equal to mu b. ഇപ്പോൾ കിട്ടിയത് mu b less than or equal to mu star b. Combining these two, therefore mu of a equal to mu star b, where b element capital A, or collection A. Then the last property E. Then അവസാനത്തെ റിസൾട്ടിലേക്ക് കിടക്കുകയാണ്. നമുക്ക് സബ്അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ് തെളിയിക്കേണ്ടുന്നത്. അതിനുവേണ്ടി നമ്മളൊരു എപ്സിലോൺ, ലെറ്റ് എപ്സിലോൺ ബി ഗ്രേറ്റർ ദാൻ ബി, ഇറ്റ്സ് ആർബിട്രറി, ആൻഡ് ഫോർ ഈച്ച് എൻ ചൂസ് എ സീക്വൻസ് ഇ എൻ കെ ഓ സെറ്റ്സ് ഇൻ എ. എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇ എൻ കെ. ഇപ്പോൾ n 1 ആകുമ്പോൾ ഈ 1k എന്നൊരു സീക്വൻസ് ആവും. കെ ആണ് അവിടെ വേരി ചെയ്യുന്നത്. കെയ്ക്ക് 1 to infinity. n 2 ആകുമ്പോൾ അടുത്ത സീക്വൻസ് കിട്ടും, ഈ 2k. അവിടെ വേരി ചെയ്യുന്നത് കെ ആണ്. അപ്പോൾ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സീക്വൻസ് ഐഡൻറ്റിഫൈ ഇൻ ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് അസ്യൂം ചെയ്താൽ എന്താ, ബി എൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് ഇ എൻ കെ where k equal to 1 to infinity. ഇങ്ങനൊരു അസംഷൻ നമ്മൾ ആൻസറിന് വേണ്ടി അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ ലെറ്റ് എപ്സിലോൺ ബി ഗ്രേറ്റർ ദാൻ 0 ഇസ് എൻ ആർബിട്രറി, ആൻഡ് ഫോർ ഈച്ച് എൻ ചൂസ് എ സീക്വൻസ് ഇ എൻ കെ ഓഫ് സെറ്റ്സ് ഇൻ ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് ബി എൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ കെ. ഓക്കെ, then mu star bn. What is mu star bn? Definition is infimum of sigma k equal to 1 to infinity mu of e n k. Definition of outer measure mu star. Okay, therefore mu star bn is less than or equal to summation k equal to 1 to infinity mu of e n k. ഇപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് സമ്മേഷനാണ്. ആദ്യം എന്നിന് 1 കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു സം വാല്യൂ കിട്ടും, എന്നിന് 2 കൊടുക്കുമ്പോൾ വേറൊരു സം വാല്യൂ കിട്ടും. അങ്ങനെയുള്ള വാല്യൂസിൻ്റെ ഇൻഫിമമാണ് ഈ മ്യൂ സ്റ്റാർ നമ്മൾ ബി എൻ എന്ന് എടുത്തത്. ആ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏറ്റവും ചെറിയ ആൾ, ആ കളക്ഷനിലെ ഏറ്റവും ചെറുതും മ്യൂ സ്റ്റാർ ബിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നത് മ്യൂ സ്റ്റാർ ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെഴുതാം. അപ്പോൾ ഈ വാല്യൂ എന്ന് വെച്ചാൽ അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ മ്യൂ സ്റ്റാർ ബി എൻ എന്ന് പറയുന്നത് എന്താ, ഇതിലെ ഓരോ വാല്യൂസിനെക്കാട്ടി എന്തായിരിക്കും, മ്യൂ സ്റ്റാർ ബി എൻ ഒരെണ്ണം ഈക്വൽ ആകും, ബാക്കിയെല്ലാം ലെസ് ദാൻ ആയിരിക്കും. കാരണം ഏറ്റവും ചെറുതാണ് നമ്മൾ ഈക്വൽ ആകുന്നത്, ഏറ്റവും ചെറുതാണ് ഈക്വൽ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇനിക്വാളിറ്റി ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇ എൻ കെയും ഈ ബി എൻ കണ്ടെയ്ൻഡ് ഇൻ ദാറ്റൊക്കെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യാൻ കാര്യം, നമ്മളിതിൻ്റെ ഈ മ്യൂ സ്റ്റാർ നമ്മളിവിടെ ലെഫ്റ്റിൽ ഒരു ചെറിയ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആ നമ്പർ ഞാൻ എടുക്കുന്നത് എപ്സിലോൺ ബൈ 2 ആൻസറിന് വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്യാം. ഈ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ മ്യൂ ഇ എൻ കെ ആയിട്ട് മാറും. ആ രീതിയിലാണ് നമ്മൾ ഈ സീക്വൻസ് ഇ എൻ കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് എങ്ങനെയാണോ, ലെറ്റ് എപ്സിലോൺ ബി ഗ്രേറ്റർ ദാൻ 0 ഇസ് ആർബിട്രറി, ഫോർ ഈച്ച് എൻ എ
a sequence Cnk of sets in A such that Bn contained in union Enk. അപ്പോൾ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ആ സീക്വൻസ് കറക്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ സമ്മേഷൻ ഇവിടെ ലഭിക്കുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ മ്യൂ സ്റ്റാർ ബി എന്നും ഈ റൈറ്റ് ഹാൻഡ് സിഗ്മ മ്യൂ ഇ എൻ കെയും അവ ഏകദേശം ഈക്വലാകുന്ന രീതിയിലാണ് അവിടെ നമ്മൾ ആ കളക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ ചെറിയൊരു നമ്പർ ആഡ് ചെയ്യുമ്പം ആ ഇനിക്വാളിറ്റി ഇൻവെർട്ടഡ് ആകും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇനിക്വാളിറ്റി കിട്ടി. ഏതാ? മ്യൂ സമ്മേഷൻ മ്യൂ ഇ എൻ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഈ വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ബി എൻ പ്ലസ് എപ്സിലോൺ ബൈ 2n എന്നൊരു ഇനിക്വാളിറ്റിയിലേക്ക് എത്തി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കളക്ഷൻ എന്ന് പറയുന്ന ഇ എൻ കെ എന്ന് പറയുന്നത് അത് കൗണ്ടബിൾ കളക്ഷനാണ്. കാരണം അവിടെ വേരി ചെയ്യുന്നത് 2 വേരിയബിൾ ഉണ്ട്, അവിടെ കെയും ഉണ്ട് എന്നും ഉണ്ട്. അപ്പോൾ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ കൗണ്ടബിൾ കളക്ഷൻ ഫ്രം എ, ക്യാപിറ്റൽ എ, whose union contains യൂണിയൻ ബി എൻ. ബി എന്നെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതാണ്? യൂണിയൻ ഇ എൻ കെ, കെ ഈക്വൽ ടു 1 to infinity. ഓക്കെ, അപ്പോൾ അവിടെ യൂണിയൻ ഇ എൻ കെ എന്ന് പറഞ്ഞാൽ അവിടെ വേരി ചെയ്യുന്നത് കെ ഈക്വൽ ടു 1 to infinity. അപ്പോൾ ബി എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇയുടെ സഫിക്സ് എൻ ഉണ്ട്. അപ്പോൾ ബി വണ്ണിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് യൂണിയൻ ഇ 1k ആണ്, വേറെ കെ ഈക്വൽ ടു 1 to infinity. ഇതാണ് ബി 1. ബി 2 ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബി 1 ബി 2 എക്സെട്ര ആണ്. അതിൻ്റെ ആ യൂണിയൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് യൂണിയൻ. ഇവിടെ n വേരിയസ് ഫ്രം 1 to infinity, കെ വേരിയസ് ഫ്രം 1 to infinity. 2 വേരിയേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം അത് എഴുതാം അങ്ങനെ. ഓക്കെ, therefore mu star union bn where n equal to 1 to infinity. ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ സമ്മേഷൻ ഉണ്ടല്ലോ, നമ്മളെ ഈ മെഷറിൻ്റെ ഇൻഫ്യൂം വെച്ച് നമ്മൾ എഴുതുന്ന രീതി ഓർമ്മയുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ എങ്ങനെയാണ്? നമ്മൾ ഈ മ്യൂ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻഫിമം കളക്ഷൻ മ്യൂ സ്റ്റാർ ഇ എൻ വേർ ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ. ഇതാണ് മ്യൂ സ്റ്റാർ ബിയുടെ ഡെഫിനിഷൻ. അപ്പോൾ അതിലെ ഏറ്റവും ഈ കളക്ഷനിലെ ഏറ്റവും ഇൻഫിയം വാല്യൂ ആയിട്ടാണ് ഈക്വൽ ആകുന്നത്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ മ്യൂ സ്റ്റാർ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ സമ്മേഷൻ മ്യൂ സ്റ്റാർ ഇ എൻ വേർ ബി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഇ എൻ എന്ന് എഴുതാം. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ ഇനി ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞത് യൂണിയൻ ഓഫ് ബി എൻ, ഈ ബി എൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് ഇ എൻ കെ. ഇ എൻ കെ there are 2 variations, n equal to 1 to infinity, k equal to 1 to infinity. Therefore this value is less than or equal to summation. 2 സെറ്റ് ഉണ്ട്. അപ്പോൾ n equal to 1 to infinity summation k equal to 1 to infinity mu of e n k ഇങ്ങനെ എഴുതാം. ഓക്കെ, then what is mu of e n k? നമുക്കിപ്പോൾ കിട്ടി mu of e n k എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതിനെ നോക്കുക, അതിനെ ഇങ്ങനെ എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? ഈ mu of e n k എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ n equal to 1 to infinity then this value is less than or equal to mu star bn plus epsilon by 2 rest ഇങ്ങനെ എഴുതാം.
തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity മ്യൂ ഓഫ് ഇ എൻ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ബി എൻ പ്ലസ് എപ്സിലോൺ ബൈ 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സമ്മേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ മ്യൂ സ്റ്റാർ ബി എൻ പ്ലസ് സമ്മേഷൻ എപ്സിലോൺ ഇൻറ്റു സമ്മേഷൻ 1/2 1/2. ദെൻ വാട്ട് ഈസ് സമ്മേഷൻ 1/2? സമ്മേഷൻ 1/2 എന്ന് പറയുന്നത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 1/8 പ്ലസ് എക്സെട്ര. അത് ജി പി ആണ്. ജി പി സം ടു ഇൻഫിനിറ്റി വേർ കോമൺ റേഷ്യോ ആർ ഈസ് ലെസ് ദാൻ 1. ദെൻ ദെയർ സം ഈസ് എ ബൈ 1 മൈനസ് ആർ. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1. ദെർഫോർ ദിസ് ബിക്കം എപ്സിലോൺ. അപ്പോൾ അത് എപ്സിലോൺ ആകുന്നതിന് വേണ്ടിയാണ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്തത്, അതെന്ത് ചൂസ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ എപ്സിലോൺ ബൈ 2 അവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എപ്സിലോൺ ആകാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ ആ രീതിയിൽ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താണ്? മ്യൂ സ്റ്റാർ യൂണിയൻ ബി എൻ വേർ എൻ ഈക്വൽ ടു 1 to infinity ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മ്യൂ സ്റ്റാർ ബി എൻ പ്ലസ് എപ്സിലോൺ, ആൻഡ് എപ്സിലോൺ ഈസ് ആർബിട്രറി. It's a very small number, it is arbitrary. Therefore mu star union bn where n equal to 1 to infinity is less than or equal to summation n equal to 1 to infinity mu star bn. Okay, hence the last result E. Okay.